ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാനും അമ്മയും കൂടെ നിൽക്കുന്നതാണ്. അപ്പൊ തന്നെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അമ്മയുടെ സ്പെഷ്യൽ എന്താ കറിയാ? താറാവ് കറി. അപ്പൊ നമുക്ക് എങ്ങനെയാ അമ്മ താറാവ് കറി വെക്കുന്നതെന്ന് നോക്കാം. സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പച്ചക്കായ ഇട്ട് വെക്കുന്ന കറിയാണ്. ചിലര് പച്ചക്കായ എന്ന് പറയും, ചിലര് ഏത്തക്ക എന്ന് പറയും. ഇന്ന് പച്ചക്കായ ഇട്ട് വെക്കുന്ന ഒരു സ്പെഷ്യൽ താറാവ് കറിയാ. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ അമ്മ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇടുന്നേ നോക്കാം. എന്തൊക്കെയാ അതിനകത്തുള്ളത്? സവാള, തക്കാളി, മല്ലിയില ലാസ്റ്റ് ഇടുള്ളൂ. പിന്നെ ഇഞ്ചി, സവാള ഇടാൻ പോണേ. അതെ, നമ്മൾ സവാള ഇടാൻ പോകുന്നു. സവാള ഇട്ട് നന്നായിട്ട് സവാള വഴണ്ട് വരട്ടെ. ഇതൊരു 2 കിലോ താറാവ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പച്ചക്കായ അല്ലെങ്കിൽ ഏത്തക്കായ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുവാണേ. ഇപ്പം ഇതിലേക്ക് സവാളയിലോട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, പെട്ടെന്നൊന്ന് സവാള വാടാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്തിലോട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തിലോട്ട് ഇടുന്നു. മല്ലിപ്പൊടി ഇടാൻ പോണേ. മല്ലിപ്പൊടി ഒരു 3 സ്പൂണ്. 3 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് മൂപ്പിക്കും. മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് മൂപ്പിക്കും അല്ലേ? മല്ലി മൂക്കണം. മല്ലി മൂത്തിട്ട് ഇടാൻ പാടില്ല. ഗരം മസാല ഒരു 3 സ്പൂണ്. മുളക് പൊടി 2 സ്പൂണ്. എരിവ് കുറച്ച് മതി, അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നമ്മൾ പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു 8-10 പച്ചമുളക് ഉണ്ടോ? അത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് തന്നെ കാശ്മീരി മുളക് പൊടി 2 സ്പൂണേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നമ്മൾ എരിവിന് കുരുമുളകാണ് ശരിക്കും വേണ്ടത്. കുരുമുളക് 3 സ്പൂണ്. നല്ല കുരുമുളകാണ്. ഒന്ന് വാടണം. അത് 2 തക്കാളി ഉണ്ട്. ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേ അതിൻ്റെ മൂടിയിരുന്ന് തക്കാളി വെള്ളമൊന്ന് വറ്റണം. നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 2 കിലോയോളം ഉണ്ട് താറാവ്. 2 കിലോയുടെ കണക്കാണ് ഇപ്പം അമ്മ പറഞ്ഞത്. അതിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളം ഇച്ചിരി ഇറങ്ങും. ഇത് കഴിഞ്ഞിട്ട് ഒരിത്തിരി വെള്ളം നമ്മൾ ഒഴിച്ച് വെക്കും. ഒന്നൊന്ന് മൂടി ആവിയിൽ വെള്ളം വരും. ഫസ്റ്റില് നല്ല മൂടി തുറക്കണം. എന്തോ 1000 ഒക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ ഇറങ്ങി. വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഗ്രേവി ആയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലേ? കായ ഒന്ന് വേകണമല്ല. ഇച്ചിരി ഗ്രേവി കൂടി എടുക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം. തിളപ്പിച്ചാറ്റിയ വെള്ളം. പച്ചക്കായ ഒന്ന് വേകാൻ വേണ്ടി എടുത്താണ്. ഈ വെള്ളം ഇറച്ചിയുടെ വെള്ളം കൂടി വേഗം ആവശ്യത്തിന് ഇനി നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം അല്ലേ? ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പച്ചക്കായ ഇടാം. പച്ചക്കായ ഇടാൻ പോകുന്നു. ഒരുവിധം വേഗമായി.
ഈ പച്ചക്കായൻ്റെ വേവും കൂടി ഒരുവിധം വേവായിട്ടുണ്ടല്ലേ? ഒരുവിധം വേവാകും. പച്ചക്കായും കൂടി എന്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. പച്ചക്കായ എന്ത് കഴിയുമ്പോൾ ഇറച്ചി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം അല്ലേ? ഇപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ? വെന്തിട്ടുണ്ട്. മല്ലിയിലയും വേപ്പിലയും കൂടി ചേർത്ത് ലാസ്റ്റ് മല്ലിയിലയും വേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പൊ നമ്മുടെ പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട്. റെഡി. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം അല്ലേ? അടിപൊളി നമ്മുടെ താറാവ് പച്ചക്കായുള്ള കറി റെഡി ആയിട്ടുണ്ട്. താറാവ് കറിയുടെ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ താറാവ് കറി ഞാനാണെങ്കിൽ താറാവ് കറി കഴിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കാരണം ഞാനിപ്പോ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട, ഇതൊരു പുതിയ ചെറിയ ചാനലാണ്. ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.